നിങ്ങൾ വന്ന് ഇപ്പോൾ ഇങ്ങനെ ചവച്ച് വിഴുങ്ങുന്നത് വരെ അല്ലേ ഞങ്ങളുടെ കൺട്രോൾ. ചവച്ച് വിഴുങ്ങിയാൽ അകത്ത് പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ദീസ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, മോട്ടോർ ഓർഗൻസ്. അതുവഴിയാണ് അത് വന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അത് എങ്ങനെ ഇറങ്ങി പോകുന്നത്, നിങ്ങൾ ഇങ്ങനെ വിഴുങ്ങിയാൽ ഇതുവരെ പോകുന്നത് അറിയാം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം ഈ നിങ്ങളുടെ ഇത് ഫുഡ് ഇത് പൈപ്പ് വന്ന് ഇങ്ങനെ ചുരുങ്ങും. അപ്പോൾ താഴോട്ട് പോകും, അടുത്തേക്ക് ഇവിടെ ചുരുങ്ങും, താഴോട്ട് പോകും, അടുത്ത ഇവിടെ ചുരുങ്ങും, താഴോട്ട് പോകും. അങ്ങനെ വയറ്റിൽ കൊണ്ട് ചേർക്കും. അപ്പോൾ വയറ്റിൽ കൊണ്ട് ചേർക്കുന്നവരെ അതിൻ്റെ ഇങ്ങനെ ഒരു കൺട്രോൾ ഇരിക്കുന്നു. രണ്ടാമത് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ഫുഡ് പാത്ത ഡാമേജ് ചെയ്യുന്ന മാതിരി മുള്ള എന്തെങ്കിലും തിന്നാൻ ചാൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് ചിക്കൻ ആടൊക്കെ നല്ല ആവേശമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ എന്താകും, അത് എവിടെയെങ്കിലും കയറി ഡാമേജ് ചെയ്യും. അങ്ങനെ ഒന്ന് ഡാമേജ് ചെയ്യാനിരിക്കാതെ വേണ്ടിയാണ് നിങ്ങൾക്കൊരു മ്യൂക്കസ് ലെയർ സ്ട്രോങ് ആവുന്നുണ്ട്. കഫത്തിൻ്റെ ലെയർ വന്ന് എസെൻഷ്യലാണ്. കഫം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതുള്ള 25% കഫം ഇരിക്കണം. ഈ കഫം വന്ന് കഫത്തിൻ്റെ ഏരിയ, ദേഹത്തിൽ കഫത്തിൻ്റെ ഏരിയ വന്ന് ഡിയോഡിനത്തിലിരുന്ന് സ്റ്റൊമക്ക്, ഫുഡ് പാത്വേ എല്ലാത്തിലും ഈ ലെയറുണ്ട്. അപ്പോൾ കഫം വന്നിങ്ങനെ കാറി തുപ്പുന്നുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അത് എന്തുകൊണ്ട്? അത് ഈ ലെയർ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് വന്ന് കഫം ശല്യമായി മാറും. എല്ലാം അങ്ങനെ തന്നെ. നല്ല കാര്യങ്ങൾ ആവശ്യത്തിന് കൊള്ളാം, ഓവറായാൽ ടു മച്ച് ഓഫ് എവറിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയുന്ന മാതിരി. ആ ലെയർ ഇത് വന്ന് കൂടുതൽ വരുമ്പോഴാണ് അത് വന്ന് കഫമാരി. അത് ഇപ്പോൾ വന്ന് ക്ലൈമറ്റിനായിട്ട് വരും. ടെമ്പററി. ഞങ്ങൾക്കിപ്പോൾ കഫം നോർമലാണ്, പക്ഷേ കഫം എക്സസ് വരും. ടെമ്പററി ഞങ്ങൾക്ക് വിൻ്റർ ടൈമിൽ വരും, അല്ലെങ്കിൽ ഡ്യൂ ടു ഏജിങ് വരും. കുട്ടികൾക്കും കഫം എക്സസ് വരും, ഏജിങ്ങിൽ കഫം വന്ന് എക്സസ്സാ വരും. അത് ക്ലൈമാറ്റിക് കണ്ടീഷൻ. നോർമലുള്ളവർക്ക് ക്ലൈമാറ്റിക് കണ്ടീഷൻ. ശരി. അപ്പോൾ അതും പിന്നെ ആവശ്യമുള്ളത് തന്നെ. ഈ ഫുഡ് സ്ലിപ്പായി താഴോട്ട് പോകാൻ അത് യൂസ് ആവുന്നു. ഓക്കെ, റൈറ്റ്. അപ്പോൾ കഫത്തിൽ നിന്ന് അടുത്തത് വന്ന് അതിൽ നിന്ന് സ്റ്റൊമക്കിൽ പ്രോസസ്സായ ശേഷം അത് വന്ന് എവിടെ വരുന്നത്? സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ഞങ്ങൾ വാതപിത്ത കഫത്തിൽ എന്താണ് കണക്റ്റ് ആയിട്ടുള്ളത്? പിത്തം. അപ്പോൾ പിത്തം കണക്റ്റ് ആയിരിക്കുമ്പോൾ അവ ഡൈജഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഡിയോഡിനത്തിൽ വന്ന് ബൈൽസ് സെക്രീറ്റ് ആവുന്നു. പിത്തം വേണം. പിത്തം വന്ന് ഇരുന്നാൽ തന്നെ ഡൈജഷൻ വന്ന് ക്ലിയർ ആയിരിക്കും. അത് വന്ന് ഹീറ്റ്, മണിപൂരകം, അതുപോലെ സമാന വായുവാണ് അത് ചെയ്യുന്നത്. ശരി, ഡൈജഷനായി. അതിൽ നിന്ന് ഇനി അടുത്ത സ്റ്റേജിൽ പോകണമല്ലോ. അടുത്ത സ്റ്റേജിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൃകരനാണ്. എന്തോന്ന്? ഇത് ചെയ്യുന്നത് കൃകരൻ. നിങ്ങൾ വിഴുങ്ങിയ ആഹാരത്തെ തള്ളി വയറ്റിൽ കൊണ്ടുപോകുന്നതും കൃകരൻ തന്നെ. വയറ്റിൽ ഒരു 2.5 അവർ അത് പ്രോസസ്സിങ് ആവുന്നു. ഫുഡ് പ്രോസസ്സിങ് ആണ്. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റേ എൻസൈമൊക്കെ ആയിട്ട് പ്രോസസ്സിങ് ആയിട്ട് നൗ ഇറ്റ് ഈസ് റെഡി ഫോർ അബ്സോർപ്ഷൻ. ഇത് വന്ന് ഡൈജഷൻ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന. അടുത്ത അബ്സോർപ്ഷൻ അത് വന്ന് മെയിനായിട്ട് സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ് നടക്കുന്നത്. അപ്പോൾ അതിന് സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ തള്ളി വിടുന്നതും കൃകരനാണ്. അടുത്ത് വന്ന് നിങ്ങൾ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എല്ലാം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഇനിയും ഒരു വേസ്റ്റ് 10% അടുത്തിരിക്കും. നമ്മൾ വന്ന് എന്തെങ്കിലും ഒരു ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ നമ്മൾ എടുക്കുന്നതല്ല. തേയിലതായിരിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി, രണ്ടാമത് വരുന്ന സ്റ്റേജുള്ള സെക്കൻഡ് ക്വാളിറ്റി. ഇതേമാതിരി ബെസ്റ്റ് ക്വാളിറ്റി പറയണമെങ്കിൽ ബെസ്റ്റ് അപ്പർ പാലറ്റിലെ അബ്സോർപ്ഷൻ നടക്കും. നിറയെ പേർക്ക് അറിഞ്ഞൂടാ. അപ്പർ പാലറ്റിൽ ബെസ്റ്റ് ക്വാളിറ്റിയൊക്കെ എടുക്കും. ലിക്വിഡ് അത് അബ്സോർപ്ഷൻ പവറുണ്ട്. അടുത്തത് ആക്ച്വലി സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ 90% എടുത്ത് കളയും. 90% എടുത്തിട്ട് 10% പുറത്ത് തള്ളും. അത് വന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ വന്ന് അത് വലിച്ചെടുക്കും. പക്ഷേ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ ടാക്സിനെയും ചേർത്ത് വലിച്ച് കളയും. ഇതാണ് കുഴപ്പം. എന്തോന്ന് ഇവിടെയാണ് വാദം. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്ത് കണക്റ്റായ വാദം. എന്തിനാ വാദം? ടാക്സിനെയും ചേർത്ത് വലിച്ചെടുക്കുന്ന സ്മാൾ ഇൻറ്റസ്റ്റൈൻ ടാക്സിനെ റിജക്റ്റ് ചെയ്യും.
അതിനെ തള്ളിക്കളയും. അതേമാതിരി ടൂ മച്ച് ആയിൽ അതേയും വന്ന് സ്മോൾ ഇൻഡസ്ട്രിയും തള്ളിക്കളയും. ടൂ മച്ച് ഫാറ്റ് കണ്ടൻറ്റ് അതേയും തള്ളിക്കളയും. അപ്പോൾ ഇതൊക്കെ എവിടെ പോകും? ഇതൊക്കെ പോകുമ്പോൾ ലാർജ് ഇൻഡസ്ട്രിയിൽ പോകും. ലാർജ് ഇൻഡസ്ട്രിയിൽ മാക്സിമം ഈ ടാക്സിന് ഇതാണ് വാദത്തിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ്. അപ്പോൾ ടാക്സിൻ എന്തെന്ന് വെച്ചാൽ എങ്ങനെ ടാക്സിൻ ലാർജ് ഇൻഡസ്ട്രിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 25 to 26 hours വരെ ഇരുന്നാൽ കുഴപ്പമില്ല. ചില ആളുകൾ 36 hours വരെ ഇരിക്കും. ലാർജ് ഇൻഡസ്ട്രിയിൽ ഈ പ്രോസസ്ഡ് ഫുഡ് മലം കിലോ എന്നൊക്കെ നമ്മൾ വേട് വയ്ക്കുന്നത് അത് പ്രോസസ്ഡ് ഫുഡല്ലേ. മലമെന്ന് നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ മലമെന്ന് പറഞ്ഞ് അത് കേവലം വായിക്കുന്നു. അതിൽ മനുഷ്യൻ്റെ മലം ഓവർ ബാഡ് സ്മെല്ല് ഇത് ചാണിയെ നിങ്ങൾ എടുക്കുന്നില്ല. അതെന്തോന്ന്? അതും മലമല്ലേ. ആനയുടെ ഇതൊക്കെ നിങ്ങൾ തൊടുന്നുണ്ട്. നായിപ്പി മനുഷ്യൻ്റെ ഇത് തന്നെ തൊടില്ല. കാരണം വെച്ചാൽ മലമല്ല, പ്രോസസ്ഡ് ഫുഡ് അങ്ങനെയല്ലേ. ഫസ്റ്റ് സ്റ്റേജ് പ്രോസസ്സിങ് സ്റ്റൊമക്കിൽ, അടുത്തത് അബ്സോർപ്ഷനോട്, ഇത് തേർഡ് സ്റ്റേജിലിരിക്കുന്ന നിങ്ങൾ തിന്ന ആഹാരം തന്നെ. നിങ്ങൾ തിന്ന ആഹാരം നിങ്ങൾ നല്ല ആഹാരം തിന്നാൽ അത് ബാഡ് സ്മെല്ലൊന്നും ഇരിക്കില്ല. പ്രോസസ്സിങ് ആകെ ഇതായിരിക്കും. അപ്പോൾ അവിടെ ടാക്സിൻ കൂടുതൽ അബ്സോർവ് ആയാൽ അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഓഫ് വാദം. അപ്പോൾ വാദം ഡിസ്റ്റർബ് ആയാൽ അതോടെ നിൽക്കില്ല. വാദം എന്ത് ചെയ്യും? പിത്തത്തെയും ചേർത്ത് ഡിസ്റ്റർബ് ചെയ്യും. പിത്തം എന്ത് ചെയ്യും? അടുത്ത കഫത്തെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇതിനെ തലയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ലാർജ് ഇൻഡസ്ട്രിയിൽ ഇതിൽ ഏരിയയിൽ ഇന്നൊരു നെർവസ് സിസ്റ്റം ഉണ്ട്. അത് വന്ന് ഗട്ട് ബ്രെയിൻ ആക്സിസ് അതിൻ്റെ പേര്. അത് ചില കാര്യങ്ങൾ ഇതിലുള്ള ടാക്സിനൊക്കെ തലയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. തലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ത്രൂ വേഗസ് നെർവ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. ലാർജ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്ക് കഴിഞ്ഞാൽ തലവലി വരും, തലയിൽ ഒരു ഭാരം, തല ഒരുമാതിരി ഇരിക്കാൻ കാരണം. അപ്പോൾ ഈ ടാക്സിനെ നിങ്ങൾ കഴിച്ചാൽ തലവലി മാറും. ഇതാണ് എൻ്റെ സീക്രട്ട്. ശരി, ഇതൊക്കെ അവിടെ തള്ളി കൊണ്ടുവന്നത് ഗൃഹരൻ. ഇനി അടുത്തത് ഇവിടെ നിന്ന് എവിടെ രക്തത്തിന് തള്ളണം. എന്തോന്ന്? അപ്പോൾ രക്തം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ബക്കറ്റ്. എന്തോന്ന്? വേസ്റ്റ് ബക്കറ്റ് അല്ലേ? അതിങ്ങനെ 3 അടി നീളമുള്ള ഒരു ബക്കറ്റ് ഇങ്ങനെ ഒട്ടിയിരിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ അത് ഇത്ര അത് വന്ന് ഇത്ര ഇങ്ങനെ വലുതാവും. അപ്പോൾ വന്ന് അതിന് രക്തത്തിന് വന്നു. രക്തം ഫുള്ളാകുമ്പോഴാണ് നിങ്ങൾക്ക് ലാട്രിൻ പോകണമെന്ന് തോന്നും അല്ലേ? മറ്റു നേരങ്ങളിൽ അത് ഫ്രീ ആയി തന്നെ ഇരിക്കും ശരീരമായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഗുഹു ഇരിക്കുന്നത്. എന്തെന്ന്? ഇവിടെ വന്ന് ഗുഹ, അത് ഈ ഗുഹു ആണ് വാൽവ്. മറ്റേ ലാർജ് ഇൻഡസ്ട്രീനും ഇതിനുള്ള വാൽവ് കൺട്രോളാണ് ഈ ഗുഹു നാഡി. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നിങ്ങൾ മറ്റേ ബുക്കുകളിലൊന്നും ഇത് കിട്ടില്ല. ഇതിലെല്ലാം കമ്പൈൻഡ് നോളജ് ആയാൽ തന്നെ ഇതറിയാം. ഞാൻ പറയുന്ന ഏരിയയൊക്കെ നിങ്ങൾ പഠിച്ചാൽ തന്നെ ഇത് അറിയാൻ വെക്കും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് ഇവിടെ നാഡിയാണ് ഈ വാൽവ് കൺട്രോൾ ചെയ്യുന്നത്. ഈ നാഡി ശരിക്കും ഉള്ള ഫങ്ഷനിലിരുന്നാൽ ഒന്ന് നിങ്ങളുടെ ആഹാരം കഴിച്ച് ലാർജ് ഇൻഡസ്ട്രി 25-26 hours ആണ് ഇത് അതിനെ രക്തത്തിൽ തള്ളും. ഈ നാഡി പവർ ഇല്ലെങ്കിൽ അത് കൂടുതൽ നേരം ലാർജ് ഇൻഡസ്ട്രിയിൽ താമസിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് വന്ന് തള്ളിവിടുന്ന എനർജിയാണ് ഗുഹു നാഡി. അപ്പോൾ ഇതിനെ വന്ന് കണക്ട് ചെയ്യുന്ന ഫാർമുല എങ്ങനെ? നിങ്ങളെ ആലോചിച്ച് നോക്കി. ഏത് ഫാർമുല? നമ്മുടെ ഫാർമുല എല്ലാം ഒരു ആധാരം, ഒരു വായു പ്ലസ് ഒരു നാഡി ചാനലല്ലേ. അപ്പോൾ ഇതിൽ ഏത് വായു വരും? ഏത് ആധാരം ഏത് വായു വരും? അതെ, മൂലാധാരം പ്ലസ് അപാനൻ. അതിലാണ് ഈ നാഡി കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മൂലാധാരം അപാനം പ്ലസ് ഗുഹു നാഡി കണക്ട് ചെയ്താൽ എന്ത് ചെയ്തു? മൂലാധാരത്തിൽ അപാനനാണ് പുറത്ത് എലിമിനേഷൻ തള്ളുന്ന വായു. അപ്പോൾ അതിൻ്റെ എനർജി തന്നെ ഇതിൽ ഓടും. ഇങ്ങനെയാണ് നിങ്ങൾ കമ്പൈൻ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എലിമിനേഷൻ ചെയ്യുന്ന വായു അപാനൻ. അത് ഈ എലിമിനേറ്റ് ചെയ്യുന്ന നാഡി ഇത്. അപ്പോൾ അതിൽ തന്നെ ലിങ്ക് ചെയ്യാൻ നോക്കും. ഇതിനെ കൊണ്ട് വ്യാനനിലും മറ്റേതിലും കൊണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ലിങ്ക് ചെയ്താൽ എനർജി വന്ന് വേറെ സ്ഥലത്ത് ഓടും. എന്തോന്ന്? വ്യാനനിൽ കൊണ്ട് ലിങ്ക് ചെയ്താൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലും മറ്റേ ഏരിയയിലുള്ള, അതായത് മൂലാധാരത്തിൽ നിന്ന് വ്യാനൻ്റെ കൺട്രോളിലുള്ള ആർഗൻസിൽ ഓടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ കണക്ട് ചെയ്താൽ യൂട്രസ്, അതേമാതിരി പ്രോസ്റ്റേറ്റിൽ വേണമെങ്കിൽ എനർജി ഫ്ലോ ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ വർക്ക്. അപ്പോൾ മൂലാധാരൻ സവാനൻ പ്ലസ് ഗുഹു. അപ്പോൾ ഗുഹു വന്ന് നിങ്ങൾക്ക് ലലാട പൃഷ്ഠരൂപമുണ്ട്,
ദക്ഷരൂപ ഉണ്ട്. ദക്ഷരൂപ റൈറ്റ് സൈഡ്, വാമഭാഗ ലെഫ്റ്റ് സൈഡ്, മധ്യകണ്ഠ സെൻട്രൽ സൈഡ്, പൃഷ്ഠരൂപ. ഇതിൽ ഏത് എടുക്കും നിങ്ങൾ? ഇതിൽ ഏത് സെലക്ട് ചെയ്യും? ഇത് പൃഷ്ഠരൂപ തന്നെ എടുക്കണം. കാരണം വെച്ചാൽ ഇത് സെൻട്രലായിരിക്കുന്നതാണ്. റെക്ടം എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒന്നുമില്ല, കറക്റ്റാണ് സെൻട്രലിലിരിക്കും. സെൻട്രലിൽ വരുന്ന എല്ലാം വന്ന് പൃഷ്ഠരൂപ. മൂക്കിൻ്റെ നേരെ വന്ന് ഇങ്ങനെ കയറുന്ന നാഡി ചാനൽ, മൂക്കിൽ കയറി ബ്രെയിനിൽ പോകുന്ന നാഡി ചാനൽസൊക്കെ മധ്യകണ്ഠ രൂപ. അങ്ങനെ 4 പാത്വേ. അപ്പോൾ ഇത് പൃഷ്ഠരൂപ. അപ്പോൾ ലലാട പൃഷ്ഠരൂപ, ഗുഹു ആത്മനെ സ്വാഹ റൈറ്റ്. അപ്പോൾ മൂലാധാര ആക്ടിവേഷൻ ഒരു നിങ്ങൾ സ്റ്റാർട്ടിങ് വെച്ച് ഗുരുപ്പിയോ നഖ ഗംഗണ വിഘ്നേശ്വരായ നമഃ ശിവായ നമഃ, റൊട്ടേഷൻ ഐബാൾ റൊട്ടേഷൻ നാഡി ചോദന, മൂലാധാര ആക്ടിവേഷൻ ഒരു 5 മിനിറ്റ്സ്. ഓം അപാനായ സ്വാഹ അപാനമുത്ര ഇതൊരു ആക്ടിവേഷൻ. അല്ല ലഡാ പൃഷ്ഠരൂപ ഗുഹു ആത്മനെ സ്വാഹ. നിങ്ങൾ ഗുഹു 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 എന്ന് പറഞ്ഞാലേ കറക്റ്റായി ഈ എനർജി അവിടെ പോകും.